മഹാവീരൻ അയ്യങ്കാളുടെ പ്രതിമ സ്ഥാപിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും നടത്തിക്കില്ല. ഇതെടുത്ത് മാറ്റാൻ പറ്റില്ല, വെച്ചിരിക്കുന്നത് മാറ്റേയുമില്ല. അത് എല്ലാവരുടെയും നമ്മുടെ ഇതിനകത്തുള്ള നാട്ടുകാർ എല്ലാവർക്കും ഉള്ള ഒരു തീരുമാനമുള്ള മറുപടിയാണ്. അതിന് മാറ്റാൻ പറ്റില്ല. വെച്ചത് വെച്ചത് തന്നെയാണ്, ഇനി മാറ്റാൻ പറ്റത്തില്ല. അതിനുള്ള മറുപടി ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് തന്നെയാണ് ഇറങ്ങി തിരിച്ചത് തന്നെയാണ്. ഇതിന്റെ കൂടെ നിന്ന ആള് ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് കമ്പിക്കും സിമെന്റിനും പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ഇതിന് പിരിഞ്ഞു മാറിയത്. അതായത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു, യജമാൻ അയ്യങ്കാളുടെ മരണാനന്തരം ഏകദേശം ഒരു നൂറ്റാണ്ടാവാൻ പോകണം മരണപ്പെട്ടിട്ട് നമുക്ക് പറയാൻ മൊത്തത്തിലേക്ക് കഴിയുമ്പോൾ ഏകദേശം ഒരു നൂറ്റാണ്ടാവാൻ പോകണം. അതിനിപ്പുറവും അയ്യങ്കാളിന്റെ പ്രതിഭയെ പോലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും അദ്ദേഹത്തിന്റെ ദീർഘവിഷമം നമ്മൾ ചിന്തിക്കുന്നത്. അയ്യങ്കാളി യജമാന്റെ പ്രതിമ ഇവിടെ വേണ്ട എന്ന് പറയുന്നു. അത് എന്താ കാരണം? ഞങ്ങൾക്കതറിയണം. ഞങ്ങൾ പട്ടികജാതിക്കാരാണ്. പട്ടികജാതിക്കാരന് സീറ്റിന് വേണ്ടി തർക്കിച്ചും തുണി കൊടുക്കാനും പഠിപ്പിച്ചവനാണ് അയ്യങ്കാളി യജമാൻ. നടക്കത്തില്ല, ഒരു കാലത്തും നടക്കത്തില്ല. ഈ പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ പറ്റത്തില്ല, നടക്കത്തില്ല, നടത്തിക്കത്തില്ല. മഹാവീരൻ അയ്യങ്കാളുടെ പ്രതിമ സ്ഥാപിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും നടത്തിക്കത്തില്ല. വേണ്ട, നല്ല കാരണമാണ് ഈ കാണിക്കുന്നത്. സ്റ്റേ ഓർഡറാണ്, സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓർഡറാണ്. നമ്മളെ നട്ടലുവത്തി നേരെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച മഹാവീരൻ അയ്യങ്കാളുടെ പ്രതിമ സ്ഥാപിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പഞ്ചായത്തിലെ 18ാം വാർഡിലാണ്, മുല്ലശ്ശേരിയിലാണ്. എൻ്റെ കൂടെ കൂടപ്പിറപ്പുകളുണ്ട്. ഈ പ്രതിമ പണിയാനിവിടെ സ്ഥാപിച്ച കുറെ കൂടപ്പിറപ്പുകൾ തന്നെ. സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കുക. ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പറോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒന്നാലോചിച്ച്, നിങ്ങളെ വോട്ട് ചെയ്ത് ഇവിടുത്തെ ജനങ്ങളെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മതമല്ല, ജാതിയല്ല, രാഷ്ട്രീയമല്ല, ഒന്നും നോക്കാതെ ഒരുപോലെ നിന്ന് വേണം പ്രവർത്തിക്കാനായി. ഇതിന് എതിരായി ബദലായി നിൽക്കുന്ന നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ കൂടപ്പിറപ്പുകളും ആലോചിക്കുക, കേൾക്കുക. കേരളത്തിൽ മുഴുവനും പബ്ലിക് സ്ഥലങ്ങളിൽ കൊടിമരങ്ങളുണ്ട്, പ്രതിമകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമുദായ പാർട്ടികളെയും. പക്ഷെ നമുക്ക് നമ്മൾ തന്നെയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, മഹാവീരൻ അയ്യൻകാളിയുടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ നട്ടെല്ല് നിവർത്തി നേരെ നടക്കാൻ, തലയുയർക്കാൻ പഠിപ്പിച്ച നമ്മുടെ അയ്യൻകാളിയുടെ പ്രതിമ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ തന്നെ ചോദിക്കണം. ഈ പ്രതിമ സ്ഥാപിക്കരുതെന്ന് പറയുന്നത് നമ്മുടെ സഹോദരന്മാർ പറയുന്നത് ഈ റോഡിന് വീതിയില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ വന്ന് നോക്കി എനിക്കൊന്ന് 5 മീറ്റർ കൂടുതൽ വീതിയുണ്ട് നമ്മുടെ ഈ റോഡിന്. പിന്നെ ഇത് വലിയ ഹൈവേ ഒന്നും നമ്മൾ പണിയുന്നൊന്നുമില്ല. അതാണ് ഈ റോഡിന്റെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് സാധാരണക്കാർ താമസിക്കുന്ന നമ്മുടെ കോളനിയാണ്. എല്ലാവർക്കും 3-3.5 സെന്റ് സ്ഥലമൊക്കെ ഉള്ളൂ. പിന്നെ ആര് വഴിക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കും? അതുകൂടെ ഒരു ചോദ്യമാണ് ഇവിടെ. ഈ നാട്ടിലെ പ്രശ്നം നമുക്ക് ചോദിക്കണമെങ്കിൽ ഈ നാട്ടുകാരോട് തന്നെ നമ്മൾ ചോദിക്കണം. ഈ രാത്രി സമയമായിട്ട് നമ്മൾ കണ്ടത് ഇവിടെ നാട്ടുകാരെല്ലാം കൂടി നിൽക്കുക. നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ട്, നമുക്ക് വേണ്ട നമ്മുടെ അമ്മമാരുണ്ട്, നമ്മുടെ ചേച്ചിമാരുണ്ട്, നമ്മുടെ ചേട്ടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് അഭിപ്രായം അവരോടൊന്ന് ചോദിക്കാം. മഹാവീരൻ അയ്യങ്കാളിയുടെ പ്രതിമ വേണോ വേണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറൊരു ചോദ്യം ഇവിടെ ഇല്ല. അത് മാത്രം ചോദിച്ചാൽ മതി. അമ്മമാരല്ലേ, അമ്മ വേണോ പറ, വേണോ വേണ്ടേ, വേണം പറ. നമ്മുടെ അഭിപ്രായം പറ, നമ്മൾ പൊതുവായി പറഞ്ഞു നമ്മളെ പറ, വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ എന്ന് ചോദിക്കാം. അമ്മ വേണോ വേണ്ടയോ? വേണം. വേണമെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം വേണമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. വ്യക്തിപരമായ രീതിയിലല്ല, എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ശിലാസ്ഥാപനം ഇവിടെ പൂർത്തീകരിക്കാൻ പോകുന്നത്. അതിന് കുറച്ച് പേര് തടസ്സം നിൽക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും മെമ്പറുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവരിത് സഹകരിക്കുന്നില്ല. ഇതിപ്പോ നിലവിൽ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇതിപ്പോ ഇങ്ങനെ തന്നെ വെച്ചിരുന്ന് ഒന്നും ചെയ്യാനും പറ്റത്തില്ല എന്നാണ് ഞങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം. വെച്ച സ്ഥിതിക്ക് ഇതിൽ നിന്ന് ഒരു മണ്ണ് പോലും മാറ്റാനോ ഇത് ഇളക്കി മാറ്റാനോ ഇത് തടസ്സം നിൽക്കുന്നവര് ഇനി എന്ത് ശ്രമിച്ചിരുന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇവിടുത്തെ നുമ്പറാണ് ഇതിൽ പ്രധാന കണ്ണി. ഇത് ബഹുമാനപ്പെട്ട അയ്യങ്കാളി യജമാന്റെ ഒരു പ്രതിമയോട് വെച്ചപ്പോൾ ഈ നുമ്പർ സംഭരണ വാർഡിൽ നിന്ന് ജയിച്ച മീന നുമ്പർ, 18ാം വാർഡിൽ മീന നുമ്പർ എന്ന് പറയുന്ന വ്യക്തി, BJPയുടെ നുമ്പർ, അവര് ഇതിവിടെ ഇല്ലാതാക്കാൻ ഈ പ്രതിമ അയ്യങ്കാളി യജമാന്റെ പ്രതിമ ഇവിടെ വേണ്ട എന്ന് പറയുന്നു. അത് എന്താ കാരണം? ഞങ്ങൾക്കതറിയണം. ഞങ്ങൾ പട്ടികജാതിക്കാരാണ്.
പട്ടികജാതിക്കാരന് സീറ്റിന് വേണ്ടി തർക്കിച്ചും തുണി കൊടുക്കാനും പഠിപ്പിച്ചവനാണ് അയ്യങ്കാളി യജമാൻ. ആ യജമാനെ വേണ്ടാന്ന് മീന നമ്പർ BJP-യുടെ മീന നമ്പർ എന്ത് ഉദ്ദേശത്തിൽ പറയുന്നു? ഞങ്ങൾക്കത് അറിയണം. പട്ടികജാതിക്കാരന് എല്ലാവരും അറിയണം, ചോര തിളയ്ക്കണം എല്ലാവരും. ഇതിൽ നിന്ന് എന്ത് പ്രശ്നം ഉണ്ടല്ല, ഒരു തരി മണ്ണ് ഇതിൽ നിലക്കാൻ ഒരു പട്ടികജാതിക്കാരനും സമ്മതിക്കൂല, ചത്താനും സമ്മതിക്കൂല. ഇത് ഞങ്ങളെ ആവശ്യമാണ്. അയ്യങ്കാളി ഏമാനെന്ന് പറഞ്ഞാൽ ഞങ്ങളെ നേതാവാ, ഞങ്ങൾക്ക് വേണം. ഇതിന് രാഷ്ട്രീയമില്ല. മംഗലാപുരം പഞ്ചായത്തിൽ ശ്വാസവട്ടത്ത് തന്നെ വസ്തുക്കൾ കൈയേറിയിട്ടുണ്ട് ഓരോ സംഘടനക്കാർ. അവിടെ ഒന്നും പഞ്ചായത്ത് മാറ്റാൻ പോയില്ല. ഒരുക്കുമ്പോൾ ജംഗ്ഷനിൽ, ആറാട്ടുമുക്ക് ജംഗ്ഷനിൽ ഇതൊന്നും മാറ്റാൻ പോയില്ല. ബഹുമാനപ്പെട്ട അയ്യങ്കാളി യജമാന്റെ ഒരു പ്രതിമ വെച്ചപ്പോൾ മാത്രം മാറ്റാൻ സർക്കാർ BJP-കാരും ഇവിടുത്തെ പഞ്ചായത്തും വന്നു. BJP-യുടെ മുമ്പർ വന്നു കുറെ മറ്റ് ഗുണ്ടാളെ കൊണ്ട്. അവർക്കിത് വേണ്ട, അടിച്ചു പൊട്ടിക്കും, വെട്ടിക്കളയും. ഈ യജമാനെ അടിച്ചു പൊട്ടിക്കും. അവരാരാ അവര്? ഇന്ന് പട്ടികജാതിക്കാരന് സ്വാതന്ത്ര്യം മാറ്റി കൊടുത്ത അയ്യങ്കാളി യജമാൻ ഞങ്ങളുടെ എല്ലാ യജമാനാണ്. ഇവിടെ ഇതിൽ ആർക്കും രാഷ്ട്രീയമില്ല, പല രാഷ്ട്രീയക്കാരും ഉണ്ട്. BJP-യുടെ മുമ്പർ എന്ന് പറഞ്ഞാൽ മീനയ്ക്ക് 18-ാം വാർഡിൽ നിന്ന് സമ്പന്ന വാർഡിൽ നിന്ന് ജയിച്ച മീനയ്ക്ക് പിന്നെ അയ്യങ്കാളി യജമാൻ ഇവിടെ വെക്കണ്ട പറയാനുള്ള എന്ത് കാരണം? അത് ഇവിടുത്തെ പട്ടികജാതിക്കാർ അറിയണം. അത് നിർബന്ധമാണ്. ഓരോ പട്ടികജാതിക്കാരനും അറിയണം. അയ്യങ്കാളി യജമാന്റെ കാര്യം ഓരോ പട്ടികജാതിക്കാരനും അറിഞ്ഞേ തീരുള്ളൂ. അയ്യങ്കാളി യജമാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തമ്പുരാനാണത്. ഈ തമ്പുരാനെ വേണ്ട എന്ന് വാർഡ് മെമ്പറിന് പറയാനുള്ള ഒരു ആവശ്യമില്ല. ഒരു തരി മണ്ണ് ഇവിടെ ഉള്ള ഒരു പട്ടികജാതിക്കാരങ്ങൾ നിന്നാൽ ഒരു തരി മണ്ണ് പോലും BJP-യുടെ മുമ്പർ എന്ന് പറഞ്ഞ മീനയ്ക്ക് ഇളക്കാൻ സമ്മതിക്കില്ല. മീനയുടെ കൂടെ നിൽക്കുന്ന ഗുണ്ടാക്കും സമ്മതിക്കൂല. ഞങ്ങൾ ഒരു പട്ടികജാതിക്കാരൻ ചത്താലും ശരി തന്നെ സമ്മതിക്കില്ല. അത് എന്തുണ്ടായാലും മെമ്പറിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് കെട്ടി തുടങ്ങിയത്. കെട്ടി പകുതി ആയപ്പോഴത്തേക്ക് മെമ്പറിന്റെ 4 അംഗങ്ങളോട് ചേർന്ന് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എന്ത് കാരണവശാണെന്ന് നമുക്കറിയത്തില്ല. ഇതിന്റെ കൂട്ടത്തിൽ നിന്ന ആള് ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് കമ്പിക്കും സിമെന്റിനും പൈസ വാങ്ങിച്ചും കൊണ്ടാണ് ഇതിന് പിരിഞ്ഞു മാറിയത്. ഇത് വെച്ച സ്ഥിതിക്ക് ഇനി എടുത്ത് മാറ്റാൻ പറ്റില്ല. വെച്ച സ്ഥിതിക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല. ഇത് എല്ലാവരുടെയും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും അനുവാദത്തോടു കൂടി വെച്ചതാണ്. ഇനി ഒരു കാരണവശാലും വെച്ച സ്ഥിതിക്ക് മാറ്റാൻ പറ്റൂല തന്നെയാണ്. അതിനുള്ള റീസൺ മറുപടി മെമ്പർ പറയണം. എന്താണ് ഇത് വെക്കാൻ താമസിക്കാത്തതിന്റെ മറുപടി മെമ്പർ പറയണം. അതിന് ഈ ലാസ്റ്റ് മുതൽ ഫസ്റ്റ് വരെയും ഇങ്ങനെ കൂടെ നിന്നിട്ട് ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ മാറി സ്ഥിതിക്ക് ഒരു കാരണവശാലും ശരി തന്നെയാണ്. ഇതൊട്ട് മാറ്റാൻ പറ്റൂല. അതിനൊരു മറുപടി ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ല? ഈ അവസാന ഘട്ടമായപ്പോ ഇങ്ങനെ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി അവർക്ക് നേരത്തെ ഒരു മൊത്തത്തില് പറയണമായിരുന്നു. ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ വിസ്തീർണ വീതി ഇപ്പൊ നീളം കുറഞ്ഞു വീതി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൂട്ടത്തിൽ നിന്നിട്ട് അവസാന ഘട്ടമായപ്പോഴത്തേക്ക് ഇവർ ഈ കാര്യം മാറണത് ശരിയുള്ള കാര്യമല്ല. അവിടെ കൂടെ നിൽക്കുന്ന ഈ 4 പേരും അങ്ങനെ തന്നെയാണ്. പാർട്ടി സംബന്ധമായ രീതിയിൽ മാറണം. ഇത് പാർട്ടി സംബന്ധമായ രീതിയിൽ പാർട്ടിയായിട്ട് ഇയാള് പാർട്ടിയോട് മത്സരിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരാളല്ല. മനസ്സിലായില്ലേ? പാർട്ടിയോട് മത്സരിച്ച് പോരാടി നിന്ന ഒരാളല്ല. ഹരിജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇതെടുത്ത് മാറ്റാൻ പറ്റില്ല. വെച്ചതിരിക്കുന്നത് മാറ്റുകയുമില്ല. അത് എല്ലാവരുടെയും ഇതിനകത്തുള്ള നാട്ടുകാർ എല്ലാവർക്കും ഉള്ള തീരുമാനമുള്ള മറുപടിയാണ്. അതിന് മാറ്റാൻ പറ്റൂല. വെച്ചത് തന്നെയാണ്. ഇനി മാറ്റാൻ പറ്റത്തില്ല. അതിനുള്ള മറുപടി ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് തന്നെയാണ് ഇറങ്ങി തിരിച്ചത് തന്നെയാണ്. ആ മുഖത്ത് ഞങ്ങൾ എല്ലാവരും എത്ര ദിവസം അവര് ഉറക്കം കഴിഞ്ഞത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മുതലാണെന്നറിയാമോ? എന്നിട്ടാണ് അവര് ഇതിങ്ങനെയൊക്കെ കാണിക്കണത്. ആദ്യം മുതൽ എനിക്ക് ഒരു കമ്മിറ്റി കൂടി സ്ഥിതിക്ക് ഒരു ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് അവരത് നേരത്തെ കൂടി പറയണമായിരുന്നു. അതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അതിങ്ങനെ ആൾക്കാർ എല്ലാം ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ സ്ഥാപിച്ചപ്പോഴത്തേക്ക് ഒരു പ്രശ്നം കഴിഞ്ഞ വർഷം ഇവിടെ എല്ലാരും കൂടെ ചേർന്ന് പിരിവെടുത്ത് ഒരു ഫ്ലോട്ട് വെച്ചതാണ്. അതിനോടുകൂടി സംബന്ധിച്ച് അവര് ഈ നിൽക്കുന്ന 4 പേരും കൂടെ എല്ലാരും കൂടെ നിന്ന് ഇത് ചെയ്തതാണ്. ഇപ്പൊ ഈ ഫ്ലോട്ട് വെച്ചപ്പോ അവർക്ക് ഇപ്പൊ എന്താണ് വിഷയം എന്താണ്? അതിനുള്ള അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ചേർന്ന് ഇങ്ങനെ മീന മെമ്പർ കൂടെ അതിന് കൂട്ടത്തിൽ നിന്ന് ഇതിനുള്ള ഇന്നലെ ഒരു കമ്മിറ്റി വെച്ചിട്ട് പാർട്ടിപരമായിട്ട് നിങ്ങൾ നീങ്ങി. ഇവിടെ ഉണ്ടായ സംസാരത്തിന് വേറെ സ്ഥലം അവർ കണ്ടെത്തി അങ്ങോട്ടാണ് വിളിച്ചത്. ഞങ്ങൾ ഇത് ഇവിടെ വെച്ച് ഇത് ഈ നമ്മൾ ഇവിടെയാണ് കമ്മിറ്റി ഇന്നലെ കൂടാനായിട്ട് എല്ലാരെയും വിളിച്ച് കമ്മിറ്റി കൂടാനായിട്ട് വിളിച്ചത്.
അവരവിടെ വന്ന് ഒരു സൈഡിൽ നിന്ന് ഒതുങ്ങി നിന്ന് അവര് കമ്മിറ്റി കൂടി അവരങ്ങ് പിരിഞ്ഞു. ഇവിടെ എന്തോ ഏതോ എന്നൊന്നും പോലും അവരത് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവര് വന്ന് മറുപടി വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നുമില്ല. നമ്മൾ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല. മെമ്പർ കയറി വാ, ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് എന്ന് വിളിച്ചിട്ട് പോലും മെമ്പർ എടുക്കുന്നില്ല ഫോൺ. അതിന് മറുപടി അവര് പറയണം. എന്താണ് മെമ്പർ പറയണം, എന്താണ് കാര്യം എന്ന് പറയണം. ഇത്രയും നേരമായിട്ട് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ 9-10 മണിയോടെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. 6 മണിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത മെമ്പറാണ് ഞങ്ങൾ ഇവിടെ 6 മണിക്ക് കൂടിയ ഞങ്ങൾ ഇന്നലെ 10 മണി. എന്റെ കൂടപ്പിറപ്പ് മഹേഷ് തോന്നിക്കൽ തന്നെ നമ്മുടെ ദളിത് പൊതുപ്രവർത്തകനാണ്. ഇവിടുത്തെ വിഷയത്തെ പറ്റി എന്തോ മഹേഷ് കാര്യം? നമ്മള് ശരിക്കും ഇതൊരു ദളിത് അല്ലെങ്കിൽ ആദിവാസികൾ അല്ലെങ്കിൽ സാധാരണക്കാർ അംഗവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. തീർച്ചയായും ഈ സ്ഥലത്ത് ശരിക്കും ആ വിഷയത്തെ അല്ലെങ്കിൽ ആ ജനത്തെ അഡ്രസ് ചെയ്ത, കേരളത്തിൽ ഇത്രയേറെ അഡ്രസ് ചെയ്യപ്പെട്ട ഈ ജനതയെ കേരളത്തിൽ നിന്നല്ല രാജ്യത്തിന്റെ പല മേഖലകളിലേക്കും വലിച്ചു കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ അവരുടെ ആ ഉയർച്ച താഴ്ചകളെ വലിച്ചുകൊണ്ട് പോവുകയും ഈ രാജ്യത്ത് നിലനിന്നിരുന്ന നിലനിന്നിരുന്ന ആചാരങ്ങൾക്കെതിരെ പടമൊരുക്കുകയും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ കൃത്യമായി അപ്രത്യേകിച്ചില്ല. അതിന്റെ പേരിൽ തന്നെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കപ്പെടുന്ന മുഴുവൻ മേഖലകളിലേക്കും എല്ലാ വസ്ത്രധാരണമോ വഴി നടക്കലോ അല്ലെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ കൂടി നിൽക്കുന്നു, അതിന്റെ ചുറ്റും കുറെ പേര് കൂടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ജനതയെ അല്ലെങ്കിൽ ഇവിടുത്തെ അരികുവൽക്കരിക്കപ്പെട്ട ജനതയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ സ്ഥാനം എന്ന് പറയപ്പെടുന്ന മഹാത്മാ അയ്യൻകാളി യജമാന്റെ പ്രതിമയെ എതിർക്കപ്പെടുക അല്ലെങ്കിൽ അതിനെ സ്ഥാപിക്കുന്ന സ്ഥലത്തെ എതിർക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു അനാചാരം എന്ന് പറയാൻ കഴിയും. കാരണം ഈ വാർഡ് എന്ന് പറയുന്നത് മംഗലപുരം പഞ്ചായത്തിൽ ഉൾപ്പെട്ടൊരു വാർഡാണ്. ഈ വാർഡ് എന്ന് പറയുന്നത് ഇന്ന് സംവരണ വാർഡ് കൂടിയാണ്. സംവരണ വാർഡിൽ മത്സരിക്കുക എന്ന് പറയുന്നത് നോക്കണം. കേരളത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ ഒരു ഇലക്ഷനെ നേരിട്ടുകൊണ്ടോ അല്ലെങ്കിൽ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആദ്യ വ്യക്തി എന്ന് പറയുന്നത് മഹാത്മാ അയ്യൻകാളി യജമാനാണ്. ആ അയ്യൻകാളി യജമാന്റെ പ്രതിമയെ തന്നെ എതിർക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 80ഓളം വർഷമായെന്ന് പറയപ്പെടുന്ന കാലത്തും ആദ്യമായി ദളിതിന്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പ്രതിമ വെക്കാനായിട്ട് ഈ 80 വർഷങ്ങൾക്ക് ഇപ്പുറം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ആ നാട്ടിലെ മറ്റ്, അതായത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു, യജമാൻ അയ്യൻകാളിയുടെ മരണാനന്തരം ഏകദേശം ഒരു നൂറ്റാണ്ടാവാൻ പോവാണ് അദ്ദേഹം മരണപ്പെട്ടിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. 48 കഴിയുമ്പോൾ ഏകദേശം ഒരു നൂറ്റാണ്ടാവാൻ പോവാണ്. അതിനിപ്പുറവും മഹാത്മാ അയ്യൻകാളിന്റെ പ്രതിമയെ പോലും ഭയപ്പെടുന്നുണ്ട് എങ്കിൽ എത്രയായിരിക്കും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ ജനത അല്ലെങ്കിൽ ഈ നമ്മുടെ ജനത തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ കോളനി എന്നൊക്കെ പറയുമെങ്കിലും ഈ നമ്മുടെ ഇത്തരം സ്ഥലങ്ങൾ, ഇത്തരം വാസസ്ഥലങ്ങളിലുള്ള ജനത എത്രത്തോളമാണ് ഇതിനെ എടുത്തത് നമ്മൾ നോക്കി അതിലേക്ക് അറിയാൻ പറ്റും. എത്രത്തോളം നമ്മൾ അതിനെ കെട്ടി, അതിന് എത്രത്തോളം ജനത അതിനെ സംരക്ഷിക്കാൻ തയ്യാറായെന്നാണ്. അപ്പൊ ചില വ്യക്തികൾക്ക് അതിനോടുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള വൈരാഗ്യം ദൈനംദിനം ഇനി ഇതിനെ കാണേണ്ടി വരുമെന്നുള്ള അങ്കലാപ്പും ഒരു നെഞ്ചിടിപ്പുമാണ് എന്ത് ചെയ്യപ്പെട്ടത് ഈ പ്രതിമയുടെ വേണ്ട എന്ന് വാശി പിടിക്കുന്നതിന് കാരണം. അല്ലെങ്കിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ പാറശാല മുതൽ നമ്മൾ അങ്ങ് മഞ്ചേശ്വരം വരെ സഞ്ചരിച്ചാൽ റോഡിന്റെ സൈഡുകൾ ചെറുതും വലുതുമായ മറ്റ് ജനസമൂഹത്തിന്റെ നമ്മൾ ഒരു മതത്തെ ജാതിയെ തള്ളിപ്പറയലല്ല, മറ്റെല്ലാ ജനസമൂഹങ്ങളുടെയും എന്തുണ്ട്, നവോത്ഥാന നായകരെയോ അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള സംഘടനാ നേതാക്കളുടെയോ അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു ചില സംഘടനകളുടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ രക്തസാക്ഷികളുടെ പ്രതിമകൾ പോലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അപ്പോഴാണ് കേരളത്തിലെ ദളിത് സമൂഹത്തിന്റെ അകത്തു നിന്നുള്ള അല്ലെങ്കിൽ ഇത്രയേറെ പ്രിവിലേജ് ഉണ്ട് എന്ന് നമ്മുടെ സർക്കാരും എല്ലാവരും നമ്മൾ സ്വയം അവകാശപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. ഭയങ്കര പ്രിവിലേജാണ് നമുക്ക്. ആ പ്രിവിലേജിനകത്ത് ജീവിക്കപ്പെടുന്ന ജനതയുടെ ഒരു നവോത്ഥാന നായകന്റെ അവരുടെ ഗുരുസ്ഥാനികളുടെ ഒരു പ്രതിമ കേവലം എന്നൊക്കെ പ്രതിമ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ പ്രതിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ബിംബത്തെ എത്രത്തോളമാണ് ദളിതർ ഉൾക്കൊണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഈ ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു പ്രതിമ വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു ജനത അത് അവര് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി അവരതിനെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിലായി മറന്നുപോയ യജമാനെ തിരിച്ചറിയുന്നതിന്റെ ഭാഗം ഇത്ര നാൾ ഇല്ലെന്നല്ലോ. എന്തുകൊണ്ടും വന്നു എന്ന് ചോദിച്ചാൽ അവർ യജമാനെ പഠിക്കുകയാണ്. ഈ നൂറ്റാണ്ടിൽ യജമാനെ പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം അവർക്ക് മനസ്സിലായി എന്താണ് യജമാൻ അയ്യൻകാളി ചെയ്തിരുന്ന പ്രവർത്തനം എത്രത്തോളം വലുതായിരുന്നു, എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായത്, എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത് എന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ പ്രതിമ. നമ്മൾ അങ്ങനെ കൂടി അതിനെ അഡ്രസ് ചെയ്യണം ഇതിനെ. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ സ്വാഭാവികമായും നമ്മുടെ ജനത തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ഇത്തരം അടയാളങ്ങൾ, സിംബലുകൾ, ഇത്തരം ചിഹ്നങ്ങളൊക്കെ വേണമെന്നുള്ള ഒരു ചിന്താഗതിക്കാരനും കൂടിയാണ് നമ്മളൊക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായി അത് ഈ സ്ഥലത്തുള്ള നമ്മുടെ ആൾക്കാർ ഞാൻ കോളനി ഒന്നും പറയത്തില്ല, ഇത്തരം നമ്മുടെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ
ഇത്തരം ചിഹ്നങ്ങൾ, ഇത്തരം നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ പ്രതിമകൾ ഉണ്ടാവണമെന്നുള്ളതാണ്. നമ്മൾ ഇതിന് തൊട്ടടുത്തൊരു പ്രതിമയിലാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വിദേശത്ത് വന്ന സമയത്താണ് പ്രതിമയിൽ കാലുവെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തൊട്ടടുത്തൊരു പ്രതിമയിലാണ്. അതിനെ കൃത്യമായി നമ്മൾ അതുമായി മുന്നോട്ട് പോയി, അതിന്റെ നിയമനടപടികൾ മുന്നോട്ട് പോയി, പുള്ളി അവസരം മാപ്പ് പറഞ്ഞു. അതിൽ ആരൊക്കെ പുള്ളി തന്നെ ഇടേണ്ടി വന്നൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്കൊക്കെ ഇവിടുത്തെ ഇന്ന് നമ്മൾ എതിർക്കുന്നവർ പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെയാണ്. ചരിത്രം നമുക്ക് നോക്കിയറിയാൻ പറ്റും. എവിടെയൊക്കെയാണോ അയ്യങ്കാളി യജമാൻ എതിർത്തിട്ടുള്ളത്, ഭാവിയിൽ അല്ലെങ്കിൽ നമ്മൾ നോക്കിയറിയാൻ പറ്റും. അവരൊക്കെ തന്നെ മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പൊ ആ മാപ്പ് പറയുന്ന സമയത്തായാലും എന്തായാലും നമ്മൾ നോക്കിയറിയാൻ പറ്റും. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സ്റ്റോപ്പ് നാമം ഒട്ടിച്ചിട്ടുണ്ട്, കാണാൻ നമുക്ക് അറിയാൻ കഴിയും. നോക്കി ഇവിടുത്തെ മെമ്പറുടെ സാന്നിധ്യത്തിൽ ഞാൻ വീണ്ടും മെമ്പർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, അദ്ദേഹത്തിന് അത് പറയണമെന്നുള്ളത്. സാധാരണ ഒരു വാർഡിൽ, ഒരു ജനറൽ വാർഡിൽ മത്സരിച്ച മെമ്പറാണ് ഇത് ചെയ്യുന്നേ. കാരണം അദ്ദേഹത്തിന് ഇതിനോട് പ്രിവിലേജ് ഇല്ല. അദ്ദേഹത്തിന് എതിർക്കപ്പെടുന്ന ആളാണ്. കാരണം കാലാകാലങ്ങളായി അദ്ദേഹത്തിന് ഇപ്പൊ യജമാന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള പണിഷ്മെന്റിന്റെ ഭാഗമായി അദ്ദേഹത്തിന് എതിർക്കും. അതിന് അദ്ദേഹത്തിന്റെ ഒരു ജീവപരമായിട്ട് അത് കിടക്കുന്നുണ്ട്, അദ്ദേഹം എതിർക്കും. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ അകത്തും തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു വ്യക്തി തന്നെ അതിനെ നേരിട്ട് നിന്നുകൊണ്ട് പഞ്ചായത്തിലേക്ക് പോകുന്നു. ആ പഞ്ചായത്ത് അംഗവും കൂടിയാണല്ലോ, വളരെ പെട്ടെന്ന് സെക്രട്ടറിയായിട്ട് ഇടപെടാൻ കഴിയും. ഈ ഒരു ഏകപക്ഷീയമായി ഇവിടുത്തെ ആൾക്കാരോട് ചർച്ച ചെയ്യുന്നില്ല. ഇത് ആരാണ് ഇതിന്റെ ആൾക്കാരെന്ന് ചർച്ച ചെയ്യപ്പെടാൻ നിൽക്കുന്നില്ല. ഇത് ഉണ്ടാവുന്ന ഭാവിയിലുണ്ടാവുന്ന ഭവിഷ്യത്ത് അറിയുന്നില്ല. വളരെ കൃത്യമായി എന്ത് ചെയ്യപ്പെടുന്നു, അതിനെ സ്റ്റോപ്പ് കൊണ്ടൊട്ടിക്കുന്നു. ഇതിപ്പോ സ്വാഭാവികമായി എന്ത് ചെയ്യപ്പെടും വെച്ചാൽ, ഇത് ഇങ്ങനെ നിന്നുകൊണ്ടായാലും എന്ത് ചെയ്യപ്പെടും, ആൾക്കാർ ആരാധിക്കപ്പെടും. ഇനി പൊളിച്ചു കളയാൻ കഴിയില്ലല്ലോ. നിലവിൽ എന്താണ് സ്ഥിതി അതല്ലേ തുടരാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ നിയമ നടപടിയായി മുന്നോട്ട് പോകും. വളരെ കൃത്യമായി തന്നെ എന്ത് ചെയ്യപ്പെടും, ഇതിവിടെ തന്നെ ഉണ്ടാവും. ഇന്നല്ല, നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അയ്യങ്കാളി യജമാനൻ ആരാണെന്ന് പുല്ലശ്ശേരി എന്ന് പറഞ്ഞ പ്രദേശത്ത് നമ്മുടെ ജനത ജീവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അടയാളമായി ഇവിടെ നിലനിൽക്കും എന്ന് മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളത്. മെമ്പർ എന്തായാലും അല്ലെങ്കിൽ മറ്റാരൊക്കെയാണോ ഇതിന്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ അന്വേഷിക്കും. വളരെ കൃത്യമായി തന്നെ അവർക്കെതിരെയുള്ള നടപടികൾ പോകും. ഇതിങ്ങനെ പോകുമ്പോൾ ഇനി ഒരു സ്ഥലത്തും എന്ത് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. മറ്റു സമൂഹത്തിന്റെ പ്രതിമകൾ കൂടി സ്ഥാപിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രമിക്കേണ്ടി വരും. ഇത് വലിയ ഒരു സാമുദായിക ഒരു പ്രശ്നമായി മാറ്റപ്പെടുന്ന ഒരു വിഷയമാണ്. ഇത് ചില വ്യക്തികളാണ്, എല്ലാവരും അല്ല. ഇപ്പോൾ നമ്മുടെ ഈ ഹൈന്ദവ സമൂഹത്തിന്റെ അകത്തുള്ള എല്ലാവരെയും നമ്മൾ പറയേണ്ടതില്ല. ഇന്നും ഈ നൂറ്റാണ്ടിലും സവർണ്ണ മനോഭാവത്തോടെ ജീവിക്കുന്ന ചില മനുഷ്യർ നമ്മുടെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വളരെ ഭംഗിയായി ഇതിലൊക്കെ ഇടയിലെ പൊട്ടിച്ച് വളരെ ഭംഗിയായി സുന്ദരമായി തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 28 നമുക്ക് ആഘോഷിക്കപ്പെടാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഈ വരുന്ന ദിവസം വളരെ ഭംഗിയായി തന്നെ നമ്മളതിനെ കൈകാര്യം ചെയ്യും. ഈ ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ഇതിങ്ങനെ യജമാൻ അയ്യങ്കാളി ഒരു സുപ്രഭാതത്തിൽ സാധാരണ ആൾക്കാരെ പോലെ വാഗൊണ്ട് പറഞ്ഞുകൊണ്ടല്ല, പ്രവൃത്തിയിലൂടെ പ്രാവർത്തിക വലിയ നേതാവായ ആളാണ്. അല്ലെങ്കിൽ വലിയ കൃത്യമായി എന്ത് ചെയ്യുന്ന മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രാവർത്തികമായി പോലും നമ്മളും എന്ത് ചെയ്യുന്നു, പ്രാവർത്തികമായി തന്നെ മുന്നോട്ട് പോകും. വെറുതെ നമുക്ക് സംസാരമില്ല, ചർച്ചയില്ല, വളരെ കൃത്യമായി അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ നാട്ടിലെ വിഷയം മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം, നമ്മൾ ദളിതർ അനുഭവിക്കുന്ന വിഷയമാണ്. ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞേ തീരും. Dhamma News Channel.